കോട്ടയം ഇടുക്കി ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് ശമനമുണ്ട്. എന്നാൽ കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിൽ 114 ക്യാമ്പുകളിലായി 3714 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ് കാണാതായ മണർകാട് സ്വദേശി ശരണന്റെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ജില്ലയിൽ മഴക്കെടുതി മൂലമുള്ള മരണം 5. ശക്തമായ വെള്ളക്കെട്ടാണ് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിലനിൽക്കുന്നത്. ഇന്നലത്തേക്കാൾ അരയടിയിലധികം വെള്ളം പലയിടങ്ങളിലും കയറി. കോട്ടയം MC റോഡിൽ വെള്ളം കയറിയതോടെ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. കോട്ടയം കുമരകം റോഡിലെ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. 114 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 3714 പേർ വിവിധ ക്യാമ്പുകളിലുണ്ട്. ജില്ലയിൽ 2 NDRF സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇറഞ്ഞാൽ, നട്ടാശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്നും നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ മണർക്കാട് വെള്ളക്കെട്ടിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മണർക്കാട് സ്വദേശി ശരണാണ് മരിച്ചത്. ഇതോടെ ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 5 ഇടുക്കിയിൽ ശക്തമായ മഴയ്ക്ക് ശമനമുണ്ട്. ഡാമുകളിലേക്ക് ശക്തമായ നീരൊഴുക്ക് തുടരുന്നുണ്ടെങ്കിലും ഇടുക്കി, മുല്ലപ്പെരിയാർ തുടങ്ങിയ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യമില്ല. 2346 അടിയാണ് നിലവിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. അതേസമയം കല്ലാർകുട്ടി, പാംപ്ള, മലങ്കര ഡാമുകൾ തുറന്ന് വെള്ളം ഒഴുക്കുന്നു. മഴ മാറിയിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ മീനച്ചിലാറിലും മണിമലാറിലുമൊക്കെ വെള്ളം താഴുന്നുമുണ്ട്. അത് ആശ്വാസം തന്നെയാണ്. പക്ഷേ പടിഞ്ഞാറൻ മേഖലയിലെ ഈ ദുരിതം തീരണമെങ്കിൽ ഇനിയും ദിവസങ്ങളെടുക്കും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.